ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബ്ലൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഹൂ ഫ്ലൈസ് ദി കൈറ്റ് എന്ന സ്റ്റോറി പഠിക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പട്ടം. ഹൂ ഫ്ലൈസ് ദി കൈറ്റ്? ആരാണ് പട്ടം പറത്തുന്നത്? ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? ശരിക്കും കൈറ്റിനെ എന്താണ് പറപ്പിക്കുന്നത്? ഈസ് ഇൻ ദി വിൻഡ് ഓർ ദി വിങ്സ് ഓർ ദി സ്ട്രിംഗ് ഓർ ദ പേഴ്സൺ ഹു ഫ്ലൈസ് ഇറ്റ്? നമ്മളോട് ചോദിക്കുകയാണ്, ശരിക്കും കൈറ്റിനെ പറപ്പിക്കുന്നത് വിൻഡാണോ, കാറ്റാണോ, അതോ അതിന്റെ വിങ്സ് ആണോ, അതായത് കൈറ്റിന്റെ ചിറകുകളാണോ, അതോ കൈറ്റിന്റെ സ്ട്രിങ് ആണോ, അതായത് കൈറ്റിലുള്ള ആ ചരടാണോ, അതോ ഇനി കൈറ്റ് പറപ്പിക്കുന്ന ആളാണോ ശരിക്കും പട്ടം പറപ്പിക്കുന്നത്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. നമുക്ക് ഈ സ്റ്റോറി വായിച്ച് അത് മനസ്സിലാക്കാം. സ്റ്റോറിയുടെ പേര് ഹൂ ഫ്ലൈസ് ദി കൈറ്റ്. ഓൺ എ പ്ലസന്റ് ഡേ ദ മേയർ ഓഫ് ദി ടൗൺ സ്ട്രോൾ ത്രൂ ദി പാർക്ക്. പ്ലസന്റ് ഡേ എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ള ഒരു ദിവസം. ആ ഒരു ടൗണിന്റെ മേയർ, മേയർ എന്ന് വെച്ചാൽ അധ്യക്ഷൻ, ആ ഒരു പട്ടണത്തിന്റെ അധ്യക്ഷൻ പാർക്കിലൂടെ നടക്കുകയായിരുന്നു. സ്ട്രോൾ എന്ന് വെച്ചാൽ നടന്നു. His eyes widened as he saw a boy flying a big colorful kite. ഒരു ആൺകുട്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പട്ടം പറത്തുന്നത് കണ്ട്, ഒരു വലിയ പട്ടം പറത്തുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ, ആ മേയറുടെ കണ്ണുകൾ വൈഡൻഡ് ആയി, അതായത് വിടർന്നു. ദി കൈറ്റ് soared high dancing in the breeze. ആ ഒരു കൈറ്റ് കാറ്റത്ത് ഡാൻസ് കളിച്ചുകൊണ്ട് നല്ല ഉയരങ്ങളിലേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങി. സോഡ് എന്ന് വെച്ചാൽ ഉയർന്നു പൊങ്ങുക. Wow, who made the kite fly so high? The mayor was curious. അപ്പോൾ മേയർ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ സ്വയം ചോദിക്കുകയാണ്, ആരാണ് ഈ പട്ടത്തെ ഇത്രയും ഉയരത്തിൽ പറത്തുന്നത്? The boy replied with pride, I did, Mr. Mayor. അത് കേട്ട ആ ആൺകുട്ടി അഭിമാനത്തോടു കൂടി പറഞ്ഞു. പ്രൈഡ് എന്ന് വെച്ചാൽ അഭിമാനം. അവൻ പറഞ്ഞു, ഐ ഡിഡ്, ഞാനാണത് ചെയ്യുന്നത്, അതായത് ഞാനാണ് പട്ടം പറത്തുന്നത് എന്ന് ആ കുട്ടി പറഞ്ഞു. ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്. ഞാൻ സ്വയം ഈ പട്ടത്തെ ഉണ്ടാക്കിയതാണ്. ഐ പെയിന്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാൻ ഇതിന് നിറം നൽകുകയും അതിനെ പറത്തുകയും ചെയ്യുന്നു. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി, നോ ഇറ്റ്സ് മീ. അപ്പോൾ ഈ കുട്ടി പറയുന്നത് കേട്ട വിൻഡ്, കാറ്റ് മന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, നോ ഇറ്റ്സ് മീ, അല്ല, അത് ഞാനാണ്, അതായത് ഞാനാണ് പട്ടം പറത്തുന്നത് എന്ന് നമ്മുടെ വിൻഡ് പറഞ്ഞു. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദി സ്കൈ. ഞാനാണ് പട്ടത്തെ ഉയരങ്ങളിലേക്ക് പറത്തിക്കൊണ്ടു പോകുന്നത്. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ഫാൾ ടു ദി ഗ്രൗണ്ട്. ഞാനില്ലെങ്കിൽ അത് ഗ്രൗണ്ടിലേക്ക് വീഴും, നിലത്തേക്ക് വീഴും. ദി കൈറ്റ്സ് ടെയിൽ ഫ്ലട്ടേഡ് ആൻഡ് സെഡ്. അപ്പോൾ കൈറ്റിന്റെ ആ ഒരു ടെയിൽ, വാല്, അതിനെല്ലാം പറന്നു നടന്നുകൊണ്ട് പറഞ്ഞു, വെയിറ്റ്, ഐ ടു, ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. ബോയും വിൻഡും സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി നമ്മുടെ എന്താണ് ടെയിൽ പറഞ്ഞു, നിർത്തൂ, ഞാൻ കൂടിയാണ് ഈ പട്ടത്തെ ഇവിടെ സ്റ്റഡിയായി നിർത്തുന്നത്. വിത്തൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. ഞാനില്ലെങ്കിൽ അത് താഴെ വീണ് പൊട്ടിത്തകരും. ദ സ്ട്രിംഗ് ലുക്ക്ഡ് അറ്റ് എവരിവൺ ആൻഡ് സെഡ്, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പട്ടത്തിന്റെ സ്ട്രിംഗ്, ചരട് ചോദിച്ചു, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പട്ടം പറക്കുന്നത്? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഞാനാണ് ഇതിനെ ഉയരത്തിലേക്ക് പറത്തിക്കൊണ്ടുപോകുന്നത്. ഐ ഗെറ്റ് ഇറ്റ് ഹാസ് ഇറ്റ് മൂവ്സ് ത്രൂ ദി സ്കൈ. അത് ആകാശത്തിലൂടെ പറന്നു പോകുമ്പോൾ ഞാനാണ് അതിന് ഗൈഡ് ചെയ്യാറുള്ളത്. ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവരിവൺ. അപ്പോൾ മേയർ ഇവർ പറയുന്നതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടു നിന്നു. ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, സോ ഹു റിയലി ഫ്ലൈസ് ദി കൈറ്റ്? അപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ശരിക്കും ആരാണ് ഈ കൈറ്റിനെ പറത്തുന്നത്? ദേ ഓൾ പോസ്ഡ് ടു തിങ്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. ദ ബോയ് said gently, we all do it. The kite flies because of our efforts. അപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, അതായത് അവനൊന്ന് ജെന്റ്ലി ആയിട്ട് സൗമ്യമായി പറഞ്ഞു, we all do it, ഞങ്ങൾ എല്ലാവരും ചേർന്നാണ്. The kite flies because of our efforts. ഈ പട്ടം പറക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ടാണ്. The wind agreed and the tail nodded too. അപ്പോൾ അത് കേട്ട കാറ്റ് സമ്മതിക്കുകയും അതുപോലെ പട്ടത്തിന്റെ വാല് തലയാട്ടുകയും ചെയ്തു. നോഡഡ് എന്ന് വെച്ചാൽ തലയാട്ടി. ദി സ്ട്രിംഗ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. അതുപോലെ പട്ടത്തിന്റെ ചരടും എന്താണ്, അത് എഗ്രി ചെയ്തു, അത് സമ്മതിച്ചു.
The kite started dancing in the air. അങ്ങനെ ആ ഒരു പട്ടം എയറിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. The mayor smiled warmly. You are right. അപ്പോൾ നമ്മുടെ മേയർ ഒന്ന് ഊഷ്മളമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. Together you make the kite fly beautifully. നിങ്ങൾ ഒരുമിച്ച് ഈ പട്ടം നല്ല ഭംഗിയായി പറത്തുന്നുണ്ട്. ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഈ പട്ടം എന്ന് പറയുന്നത് ഒരു യൂണിറ്റിയുടെ അതായത് ഒരു ഐക്യത്തിന്റെ അടയാളമാണ്, സിംബലാണ്. ഇഫ് വി വർക്ക് ടുഗദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നമ്മൾ എല്ലാവരും ഒന്നിച്ച് ടുഗദറായി നിന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. ഇതൊക്കെ ആരാണ് പറയുന്നത്? മേയറാണ് പറയുന്നത്. എവരിവൺ സ്മൈൽ. ഇത് കേട്ട എല്ലാവരും ചിരിച്ചു. Together we fly the kite, they shouted cheerfully. The kite continued to soar high in the sky. Cheerfully എന്ന് വെച്ചാൽ സന്തോഷത്തോടുകൂടി. അവർ സന്തോഷത്തോടുകൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പട്ടത്തെ ഉയരങ്ങളിലേക്ക് പറത്താം. അപ്പോൾ ആ പട്ടം എന്താണ്, ആകാശത്ത് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് പൊങ്ങിക്കൊണ്ടേയിരുന്നു. മൈക്കൽ റോജേഴ്സ് എഴുതിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. അപ്പോൾ കൂട്ടുകാരെ, ഹൂ ഫ്ലൈസ് ദി കൈറ്റ് എന്ന സ്റ്റോറിയുടെ മലയാള വിശദീകരണം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ പാഠത്തിന്റെ ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്